നമസ്കാരം. AC ന്യൂസിന്റെ ഉള്ളു തുറന്ന പരിപാടിയിൽ ഇന്ന് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതാവ് ശ്രീ M. ഗീതാനന്ദൻ. സ്വാഗതം ശ്രീ ഗീതാനന്ദൻ. ഭരണഘടനയുടെ 244 വകുപ്പിൻ്റെ ഭാഗമായി ഷെഡ്യൂൾഡ് ഏരിയ പട്ടികവർഗ മേഖലയായി പ്രഖ്യാപിക്കും. ഭൂമി ഇല്ലാത്ത മേഖലകളിൽ ഭൂമി നൽകാനായി വനഭൂമി കേന്ദ്രത്തോട് ആവശ്യപ്പെടും. ഇങ്ങനെ കുറേയധികം ആവശ്യങ്ങളായിരുന്നു ഉന്നയിക്കുന്നത്. ആ ആവശ്യങ്ങൾ അതേപടി ഗവൺമെൻറ് അംഗീകരിക്കുന്നു. എന്നിട്ട് 2002 ജനുവരി 1 മുതൽ ഇതൊരു മിഷൻ മാതൃകയിൽ, ഒരു ദൗത്യസംഘം മാതൃകയിൽ ഗവൺമെൻറ് നടപ്പാക്കി തുടങ്ങി. അത് പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കുന്നൊരു മാസ്റ്റർ പ്ലാൻ, അതിൻ്റെ മിഷന് വേണ്ടി ഒരു 10-30 അംഗ സ്റ്റാഫുള്ള വലിയൊരു സംവിധാനം TRDM, ട്രൈബൽ റീസെറ്റിൽമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് മിഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടാക്കുന്നു. അതിന് ഒരു IAS കാരനായിട്ടുള്ളൊരു ചീഫുണ്ട്, 9 ക്യാബിനറ്റ് മന്ത്രിമാരുള്ള ഒരു ഉന്നതാധികാര സമിതിയുണ്ട്. അങ്ങനെ ബഡ്ജറ്റിൻ്റെ പട്ടികവർഗ വകുപ്പിൻ്റെ ഒരു മേജർ ഷെയർ ഏതാണ്ട് 30-35 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു. അത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ 2010 ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ പോകുന്നതിന് മുമ്പ് ആ ഭൂമി കൊടുക്കാൻ ഓർഡറായതാണ്, ഉത്തരവിട്ടിരിക്കുന്നത്. പക്ഷേ UDF ഗവൺമെൻറ് ഇപ്പോൾ അത് കൊടുക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യത്തിലും 10 വർഷം മുമ്പ് AKND ഗവൺമെൻറ് കാലത്തുണ്ടായിരുന്ന വാഗ്ദാനങ്ങൾ, വാക്കുകൾ, കരാറുകൾ, അത് നമുക്ക് മാത്രം തരുന്നല്ല, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് കൊടുത്തത്, പരിസ്ഥിതി മന്ത്രാലയത്തിന് കൊടുത്തത്, ഏറ്റവും അവസാനം സുപ്രീം കോടതിക്ക് കൊടുത്തത്, ഇതെല്ലാം തന്നെ അവർ ലംഘിക്കുന്നു എന്ന് പറയുന്ന വളരെ സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ള ഒരു ഇഷ്യൂസാണിത്. അപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഈ പറയുന്ന 2010 ശേഷമാണ്, 2002 കുടിൽകെട്ട് സമരവും മുത്തങ്ങയ്ക്ക് ശേഷമാണ് ഒരു പക്ഷേ വളരെ അപ്രഖ്യാപിതമായ വലിയ വലിയ കയ്യേറ്റങ്ങളിലൂടെ നടക്കുന്നത്. പല കയ്യേറ്റങ്ങളും ഗവൺമെൻറ് സ്പോൺസേർഡാണ്. നമുക്കറിയാം അട്ടപ്പാടിയിൽ 70 കുട്ടികൾ ഇതിനിടയിൽ മരണപ്പെട്ടിട്ടുണ്ട്. ദാരിദ്ര്യം, പട്ടിണി, പോഷകാഹാരക്കുറവുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ ആ സർക്കാർ കണ്ട ഒരു ഭാഷ്യം വേറൊന്നായിരുന്നല്ലോ. അതിനകത്ത് ഈ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പോലും മദ്യപിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. NGOs അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട സംഘടനകൾ, NGOകൾ ഇവർക്കാണ് പണം കൊടുക്കുന്നത്. ഇവർക്ക് കിട്ടേണ്ടത് നേരിട്ട് ഇവരിലേക്ക് എത്തുന്നില്ല. ഞാൻ പറയുന്നത് ആദിവാസികൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും സബ്സിഡികൾ നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തിരുന്നു എങ്കിൽ അവർ ഈ പരുവത്തിലാകില്ലായിരുന്നു. കുടുംബശ്രീ വരുന്നു, അതുപോലുള്ള നേരത്തെ ഹാർട്സ് വന്നു, അല്ലെങ്കിൽ ഹാർട്സിനെ ഉൾപ്പെടുത്തുന്ന പല കൺസൾട്ടൻറ്റ് ഏജൻസികൾ വരുന്നു. പണ്ടുകാലത്ത് അട്ടപ്പാടിയിൽ ഒട്ടേറെ കോൺട്രാക്ട്മാരായിരുന്നു കോഴിക്കോട് നിന്ന് വരുന്നത്. ഇപ്പോൾ കോൺട്രാക്ട്മാരുടെ എണ്ണം കുറഞ്ഞു ഹാർട്സ് വന്നതിന് ശേഷം. പക്ഷേ അത് വീണ്ടും തിരിച്ചു വരികയാണ്. ഇപ്പോൾ പുതിയൊരു പ്രതിഭാസം, കൺസൾട്ടൻസി ഏജൻസികളും സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നതോ സർക്കാരിലുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്നതായിട്ടുള്ള NGOകൾക്കാണ് പണം കൊടുക്കുന്നത്. കുടുംബശ്രീ എൻ്റെ ഒരു നല്ല മാതൃകയാണ്. കുടുംബശ്രീക്ക് 50 കോടി രൂപ പോഷകാഹാരക്കുറവിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സംസ്ഥാന തലത്തിൽ ചില പ്രചരണ വിഷയമാക്കി മാറ്റുന്നു. ആദിവാസി മേഖലയിലെ സ്ത്രീകളുടെ കുടുംബശ്രീ യൂണിറ്റുകളില്ല. അങ്ങനെ ഒരു യൂണിറ്റിന് വേണ്ടി ശ്രമിച്ചിട്ടില്ലേ? പലപ്പോഴും ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കുടുംബശ്രീ ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്പാരറ്റസ് ആണ്, അത് അവർ ചെയ്യേണ്ട പ്രശ്നം. അല്ല, ആദിവാസികളെയും ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിശ്ചയമായിട്ടും ഇപ്പോൾ കുടുംബശ്രീയുടെ ഞാനിത് പറയാൻ കാരണം, അട്ടപ്പാടിയിൽ ഈ പ്രശ്നം ആരംഭിച്ചതിന് ശേഷം മന്ത്രി ജയറാം രമേശ് ഗ്രാമമന്ത്രാലയത്തിൻ്റെ വക്താവ് വന്ന് 186 കോടിയോ മറ്റും പ്രഖ്യാപിച്ചു. അതിൽ 51 കോടി രൂപ കുടുംബശ്രീക്കാണ് കൊടുത്തത്. കൊടുക്കുന്നതിന് പല കാരണം സദുദ്ദേശത്തോടെ ആയിരിക്കാം കൊടുത്തിരിക്കുന്നത്. പക്ഷേ കുടുംബശ്രീ എന്ന് പറയുന്നൊരു സംഘടനാ സംവിധാനം, അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ ഒരു സംവിധാനം ട്രൈബൽ ഏരിയയിൽ, കേരളത്തിലെ ട്രൈബൽ ഏരിയ മാത്രമല്ല, ദളിത്സിൻ്റെ ഇടയിൽ, മത്സ്യത്തൊഴിലാളികളിൽ, വീക്കർ സെക്ഷൻസ് നമ്മൾ പറയാവുന്ന അല്ലെങ്കിൽ മാർജിനലൈസ് എന്ന് പറയുന്ന സെക്ഷൻസിൻ്റെ ഇടയിൽ കുടുംബശ്രീ അത്ര നിലയിൽ ബിൽഡപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനെന്ത് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രാഷ്ട്രീയ ഘടകങ്ങളുണ്ടാകും. കുടുംബശ്രീ പൂർണ്ണമായും രാഷ്ട്രീയമുക്തമാണ് എന്ന് നമുക്ക് പറയാം. ഇൻ്റർവ്യൂ ചെയ്യുന്നത് അങ്ങനെ വലിയൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ ഉണ്ടാക്കി അവസാനം അന്ന് ഡോക്ടർ വേണുഗോപാലായിരുന്നു അന്ന് ജില്ലാ കളക്ടർ. അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ബ്ലോക്ക് പർച്ചേസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെ എഴുതിയതൊരു ഫയലായി മാറിയതിന് ശേഷം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, കൃഷി വകുപ്പിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്തിനാണ് ഒരു ബ്ലോക്ക് മാത്രം ആക്കുന്നത്? 14 ബ്ലോക്കുകളാണ്, ശരാശരി 500 മുഴുവൻ ഞങ്ങൾ തരാൻ തയ്യാറാണ്. ആദിവാസി ക്ഷേമത്തിനാണെങ്കിൽ റെഡ്യൂസ് പ്രൈസിന് തരാം. അങ്ങനെയാണത് വാങ്ങിക്കുന്നത്. അപ്പോൾ ആ ഭൂമിയുടെ A to Z അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ. പ്രത്യേകിച്ചും അവിടുത്തെ ആദിവാസികൾ 1000-ഓളം കുടുംബങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ അന്ന് എഗ്രി ചെയ്ത ഓരോ കാര്യങ്ങളിൽ നിന്നും ഈ ഒരു ദശകമായപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ റിവേഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ കൺസെപ്റ്റ് മാറി, പ്രയോറിറ്റി മാറി, ഇതൊക്കെ ആയിരിക്കാം പ്രശ്നം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഗവൺമെൻറ്റിൻ്റെ ഇപ്പം പ്രയോറിറ്റി മാവോവാദി വേട്ടയാണ്. നമ്മുടെ ഈ ചർച്ചയായിട്ട് ബന്ധമുണ്ട്. ഞങ്ങളൊരു പ്രധാനപ്പെട്ടൊരു സ്ലോഗനാണത്. ട്രൈബൽ ഏരിയയിലും വനമേഖലയിലും മുഴുവൻ തന്നെ മാവോ ഭീഷണി എന്നുള്ളൊരു അന്തരീക്ഷം അവർ സൃഷ്ടിക്കുന്നുണ്ട്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഭീഷണിയൊന്നും കേരളത്തിലില്ല. ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ഒരു മിഷണറി വഴി നേരിടാനേക്കാൾ വളരെ ശാസ്ത്രീയമായിട്ട് നേരിടുന്നതാണ്. ശാസ്ത്രീയമായിട്ട് നേരിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി രാഷ്ട്രീയമായി നേരിടുക എന്നാണ്.
ഈ മേഖലയിലുള്ള ആദിവാസികളുടെയും പാവപ്പെട്ട ആളുകളുടെയും ഉന്നമനമാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ആദ്യം ജയറാം രമേശിന് കൊണ്ട് ഭൂമി കൊടുത്ത് ഇതാക്കിയിരിക്കുന്നത്. ഇതൊരു ഫെയിലിയറാണ്. അവിടെ ഇതേ ജില്ലയിൽ ഏറ്റവും ചുരുങ്ങി 3000 ഭൂരഹിതരുള്ള ആദിവാസികൾ 1 സെൻറ്റ് പോലും ഇല്ല എന്നുള്ള കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ജില്ലാ കളക്ടറിൽ നമ്മൾ. അപ്പോൾ അതൊരു പ്രൊപ്പഗൻഡ സ്ട്രാറ്റജി മാത്രമാണ്. ആ സ്കീം പരാജയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ എനിവേ ആ 3 സെൻറ്റ് പദ്ധതിയും ആദിവാസികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആൻ്റണി പാക്കേജും തമ്മിൽ ബന്ധമില്ല. ഇനി ആ 3 സെൻറ്റ് പദ്ധതി അവർ നടപ്പാക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ പാക്കേജ് ഗവൺമെൻറ് കമ്മിറ്റ്മെൻറ്റാണ്, അതുമായി അവർ മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് ആദിവാസി മേഖലയ്ക്ക് ഈ 3 സെൻറ്റ് പദ്ധതി ബാധകമാക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് ഭൂരാഹിത്യം തീർന്നു എന്ന് വരുത്തി തീർക്കാനായിരുന്നു. അതുകൊണ്ട് കണ്ണൂർ ഞങ്ങൾ ആ പ്രചരണത്തെ ഖണ്ഡിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാസർഗോഡൊക്കെ ആദിവാസികൾ പ്രതിഷേധമായി വന്നിരുന്നു, സത്യാഗ്രഹം വരെ നടത്തിയിട്ടുണ്ട് ജില്ലാ കളക്ടറിൻ്റെ മുമ്പിൽ. എന്തായാലും ഈ 3 സെൻറ്റ് പദ്ധതി കൊണ്ട് കേരളത്തിലെ ഭൂരാഹിത്യം പരിഹരിച്ചു എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്നത് പോലുള്ള ഒരു ഏർപ്പാടായിരിക്കും. ഈ ഗോത്ര മഹാസഭ ഇടയ്ക്ക് ആം ആദ്മി പാർട്ടിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയുണ്ടായി, മുൻകൈ എടുക്കുകയുണ്ടായി. ജനങ്ങളേറെ പ്രതീക്ഷ പുലർത്തിയ ഒന്നാണ് ആ ആദ്മി പാർട്ടി. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി എന്തായി? ഗോത്ര മഹാസഭ ഇനി ഒരു പക്ഷേ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കൈ കോർക്കുമോ? ഇപ്പോൾ ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട് 25 ദിവസമായി, ഒരു ആം ആദ്മി ഇവിടെ കണ്ടിട്ടില്ല. അതാണ് അല്ല, തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളിതിനെ കാണുന്നത്, ഞങ്ങളിപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ല അവരോട്ട് പോയത്. സ്വാഭാവികമായിട്ടും ഇത്തരം മേഖലകളിൽ ഒരു ജനാധിപത്യ കൂട്ടുകെട്ട് ഞങ്ങളും ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞങ്ങളൊരു രാഷ്ട്രീയ മഹാസഭ എന്ന് പറഞ്ഞൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ആദിവാസികളുടെയും ചില ദളിത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്നുള്ളത് അറിയാമല്ലോ, അതവിടെ നിൽക്കട്ടെ. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ പ്രശ്നത്തിൽ അങ്ങനെ ഒരു സമ്മർദ്ദം നേരിടുന്ന വിഭാഗം, ഞങ്ങൾക്കൊരു ജനാധിപത്യ കൂട്ടുകെട്ടാണ്. ആം ആദ്മി ഞങ്ങൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അപ്പം ഞങ്ങളത് ഈ പ്രശാന്ത് ഭൂഷണൊക്കെ ഡൽഹിയിൽ പോയി കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ അപ്പം തന്നെ അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി ആളെ വിളിച്ചിട്ട് ഈ വിഷയങ്ങളൊക്കെ നമ്മളും കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതാണ്, അവരുടെ വിഷയങ്ങളിൽ സഹകരിക്കണം. ഞങ്ങൾ ഡിമാൻഡ് ചെയ്തത് ഞങ്ങളുടെ പ്രശ്നങ്ങളിലുള്ള ഒരു ജോയിൻ്റ് ആക്ടിവിറ്റി, ഗവൺമെൻറ്റിൽ ഇടപെടൽ, ഇത് ആദിവാസി ഇഷ്യൂസ്, അതിന് വ്യക്തമായ നിലപാടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവരെന്തൊക്കെയോ പ്രോബ്ലത്തിലാണെന്ന് തോന്നുന്നു. അപ്പം അവരുടെ സജീവ സാന്നിധ്യം സിവിൽ സൊസൈറ്റിയിലില്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നെനിക്ക് തോന്നുന്നത്. എന്തായാലും ആം ആദ്മി പാർട്ടി പോലൊരു പാർട്ടിയുടെ ഒരു ദേശീയ തലത്തിലുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അവരത് മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു. ഒരു